ഹേ ഓൾ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ദ റൊമാൻറ്റിക് ഇമാജിനേഷൻ ആൻഡ് നാഷണൽ ഫീലിംഗ് എന്ന ടോപ്പിക്കാണ്. പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കുറേ മുന്നേ ആണ് മറ്റേ ടോപ്പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലാസ് 10 റിസൾട്ടൊക്കെ വന്ന് അതിൻ്റെ തിരക്കിലായി പോയി. അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇന്ന് മുതൽ നമ്മൾ ബാക്കി ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഈ ഒരു ചാപ്റ്റർ ഞാൻ ഫുള്ളാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിത് പാർട്ടായിട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും ഇങ്ങനെ പാർട്ടായിട്ട് കാണുമ്പോൾ ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോഡ് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാനൊരു പ്ലേലിസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ ഈ ഒരു വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് വീതം പഠിച്ചാൽ ഇങ്ങനെ ആ ഒരു വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസ് നല്ല മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫ്രീ PDF നോട്ട്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് എടുക്കുന്ന ടോപ്പിക്കിൻ്റെ നോട്ട്സും ഞാൻ PDF ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ നോട്ട്സും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പഠിക്കാവുന്നതാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സ് നോട്ട്സ് എഴുതി കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ദ റൊമാൻറ്റിക് ഇമാജിനേഷൻ ആൻഡ് നാഷണൽ ഫീലിംഗ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് റൊമാൻറ്റിസിസം എന്ന ഐഡിയോളജിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഐഡിയോളജിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മുഴുവനായിട്ടും കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർസും ടെറിട്ടോറിയൽ എക്സ്പാൻഷൻസും ഇതുകൊണ്ടൊന്നും മാത്രമല്ല നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ഫീലിങ്സ് ആൾക്കാരുടെ ഉള്ളിൽ എമേർജ് ചെയ്തത്. അതിൽ ഈ വാർസും ടെറിട്ടോറിയൽ എക്സ്പാൻഷൻസ് ഒക്കെ പുറമെ വേറെയും ചില ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചില ഫാക്ടേഴ്സ് ആണ് കൾച്ചർ, ലാംഗ്വേജ് ഒക്കെ. അപ്പോൾ കൾച്ചർ, ലാംഗ്വേജ് ഒക്കെ പോലത്തെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആൾക്കാരുടെ ഉള്ളിൽ നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് എമേർജ് ചെയ്യുന്ന ഒരു കൾച്ചറൽ മൂവ്മെൻറ്റിനെയാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, റൊമാൻറ്റിസിസം ഇസ് എ കൾച്ചറൽ മൂവ്മെൻറ്റ് വിച്ച് സോട്ട് ടു ഡെവലപ്പ് എ പെർട്ടിക്കുലർ ഫോം ഓഫ് നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്. കൾച്ചർ, ലാംഗ്വേജ് പോലത്തെ സംഭവങ്ങളിലൂടെ നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റിനെയാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. കൾച്ചർ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്രിയേറ്റിംഗ് ദ ഐഡിയ ഓഫ് നേഷൻ. ആർട്ട് ആൻഡ് പോയട്രി, സ്റ്റോറീസ് ആൻഡ് മ്യൂസിക്, ഇതിലൂടെയൊക്കെയാണ് ആൾക്കാർക്ക് നാഷണലിസ്റ്റ് ഫീലിങ്സ് ഷേപ്പ് ചെയ്യാനും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ അവരെ സഹായിച്ചത്. Romantic artists and poets generally criticize the glorification of reason and science. Reason and science ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് അവർ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അതിന് പകരം ഈ മിസ്റ്റിക്കൽ ഫീലിങ്സ്, ഇൻഡ്യൂഷൻസ്, ഇമോഷൻസ് ഇതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നാണ് റൊമാൻറ്റിക് ആർട്ടിസ്റ്റ് ഒക്കെ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് what was their effort? Their effort was to create a sense of a shared collective heritage. ഷെയർഡ് കളക്റ്റീവ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ നാഷണലിസം എന്നാണ്. ഒരു ഷെയർഡ് ഫീലിംഗ്, ഒരു ബോണ്ട് ഉണ്ടാക്കുക, അതായത് നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരുടെ എഫേർട്ട് ഉണ്ടായിരുന്നത്. എക്സാമ്പിൾസ് ഓഫ് റൊമാൻറ്റിക് ആർട്ടിസ്റ്റ് ആണ് ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള യോഹാൻ ഗോട്ട്ഫ്രൈഡ് ഹെർഡർ എന്ന് പറയുന്ന ആൾ. 1744 മുതൽ 1803 വരെ ജീവിച്ച ജർമ്മൻ ഫിലോസഫർ യോഹാൻ ഗോട്ട്ഫ്രൈഡ് ഹെർഡർ. ഇദ്ദേഹത്തിൻ്റെ 2 ഐഡിയോളജീസ് ആണ് ദാസ് വോക്ക് ആൻഡ് വോക്സ് ഗീസ്റ്റ്. ഇതിലൂടെയാണ് ഇദ്ദേഹം നാഷണലിസ്റ്റ് ഫീലിങ്സ് എമേർജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ദാസ് വോക്ക് എന്ന് പറയുന്നത് ട്രൂ ജർമ്മൻ കൾച്ചർ, അത് ആ ഒരു കോമൺ പീപ്പിളിൻ്റെ ഉള്ളിൽ മാത്രമേ ഡിസ്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അമംഗ് ദ കോമൺ പീപ്പിൾ മാത്രമേ നമുക്ക് ട്രൂ ജർമ്മൻ കൾച്ചർ ഡിസ്കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിനെയാണ്, ആ ഒരു ഐഡിയനെയാണ് ദാസ് വോക്ക് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആൻഡ് ട്രൂ സ്പിരിറ്റ് ഓഫ് ദി നേഷൻ അത് കിടക്കുന്നത് ഇറ്റ് വാസ് ആ ഒരു നേഷൻ്റെ ഫോക്ക് സോങ്സ്, ഫോക്ക് പോയട്രി, ഫോക്ക് ഡാൻസസ്, അങ്ങനെ ആ ഒരു ഫോക്ക് കൾച്ചറിലൂടെയാണ് ഒരു ട്രൂ സ്പിരിറ്റ് ഓഫ് ദി നേഷൻ, അതാണ് ട്രൂ സ്പിരിറ്റ് ഓഫ് ദി നേഷൻ എന്ന് വിശ്വസിപ്പിക്കുന്ന ആ ഒരു ഐഡിയനാണ് വോക്സ് ഗീസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഫോക്ക് കൾച്ചറൊക്കെ പ്രിസേർവ് ചെയ്യുന്നതിലൂടെയും കളക്ട് ചെയ്യുന്നതിലൂടെയും ഒക്കെ അത് നേഷൻ ബിൽഡിംഗ് എന്ന പ്രൊജക്റ്റിലേക്ക് വളരെ എസെൻഷ്യൽ ആയിരുന്നു. പിന്നെ നമ്മളിവിടെ കാണുന്ന ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത് ദ മെസാക്കർ അറ്റ് കയോസ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. യൂജീൻ ഡിലക്രോയിക്സ് എന്ന് പറയുന്ന പെയിൻറ്റർ 1824 വരച്ചതാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ഒന്ന് ശ്രദ്ധിക്കുക. പെയിൻറ്റിങ്സ് എവിടെ കണ്ടാലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല, ബിക്കോസ് അത് എങ്ങനെയെങ്കിലും MCQs അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാൻ നല്ല സാധ്യത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പെയിൻറ്റിങ്ങിൽ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, ഫുൾ അനാലിസിസ് നടത്തുക.
അപ്പൊ അതാണ് കൾച്ചറിനെ കുറിച്ച് പറയുന്നത്. പിന്നെ വേറെ ഉള്ളത് എംഫസിസ് ഇറ്റ് വാസ് ഓൺ വെർനാക്കുലർ ലാംഗ്വേജസ് and the collection of local folklore. It was not just to recover an ancient national spirit but also to carry the modern nationalist sentiment or message to larger audience who were mostly illiterate. അതായത് മോസ്റ്റ്ലി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വായിക്കാനും എഴുതാനൊന്നും അറിയാത്ത ആൾക്കാരിലേക്ക് അങ്ങനത്തെ ഒരു ലാർജ് ഓഡിയൻസ് ആണ് അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എഴുതാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ കൂടുതൽ ലിറ്ററേറ്റ്സ് ആയി മാറിയത്. അപ്പോൾ അന്ന് മോസ്റ്റ്ലി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആ ഒരു ലാർജർ ഓഡിയൻസിലേക്ക് മോഡേൺ നാഷണലിസ്റ്റ് മെസ്സേജ് ക്യാരി ചെയ്യാനും അതേപോലെ തന്നെ ഏൻഷ്യൻ നാഷണൽ സ്പിരിറ്റിനെ റിക്കവർ ചെയ്യാനും കൂടി ആയിരുന്നു ഇങ്ങനെ കൾച്ചറിലും വെർനാക്കുലർ ലാംഗ്വേജസിലും ഒക്കെ എംഫസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജിൽ എംഫസിസ് കൊടുത്ത എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും ഇൻ പോളണ്ട്. നമ്മൾ നേരത്തെ യൂണിറ്റിൽ പറഞ്ഞു എന്ത്, റഷ്യ വാസ് ഗിവൺ പാർട്ട് ഓഫ് പോളണ്ട്. പോളണ്ടിനെ റഷ്യ എടുത്തു ആൻഡ് റഷ്യൻ ലാംഗ്വേജ് വാസ് ഇമ്പോസ്ഡ് ഓൺ ദി പോളണ്ട് പീപ്പിൾ. പോളണ്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ട് റഷ്യൻ ലാംഗ്വേജ് വാസ് ഇമ്പോസ്ഡ് എവ്രിവെയർ. അവരുടെ എല്ലാ ഡെയിലി ലൈഫിലും ഒക്കെ റഷ്യൻ ലാംഗ്വേജ് വാസ് ഇമ്പോസ്ഡ് ആൻഡ് അവരെ ഫുൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഈ ഒരു റഷ്യൻസ്. അങ്ങനെ ഈ ഒരു പോളണ്ടുകാർക്ക് അവർക്ക് എന്താ അവരുടെ ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഡിഫിക്കൽട്ടി വളരെയധികം ഉണ്ടായിരുന്നു. ആൻഡ് ദ യൂസ് ഓഫ് പോളിഷ് കെയിം ടു ബി സീൻ ആസ് എ സിമ്പിൾ ഓഫ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് റഷ്യൻ ഡോമിനൻസ്. ആ ഒരു റഷ്യൻ ഡോമിനൻസിനെതിരെയുള്ള ഒരു സിമ്പിൾ ഓഫ് സ്ട്രഗിൾ ആയിട്ടായിരുന്നു യൂസ് ഓഫ് പോളിഷ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോളിഷ് ലാംഗ്വേജ് വാസ് യൂസ്ഡ് ഇൻ ചർച്ച് ഗ്യാതറിംഗ്സ് ആൻഡ് ഫോർ ഓൾ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ആസ് എ സിമ്പിൾ ഓഫ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ റഷ്യൻ ഡോമിനൻസ്. അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു റഷ്യൻസിനെതിരെ അവരത്ര മെയിൻ ആക്കണ്ട എന്നുള്ള നിലക്കായിരുന്നു ഈ ഒരു പോളിഷ് ലാംഗ്വേജ് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലാംഗ്വേജിലൂടെ ആൾക്കാരെല്ലാവരും ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഫൈറ്റ് ചെയ്തു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ നാഷണലിസ്റ്റ് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി കരോൾ കുർപ്പിൻസ്കി എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒപ്പേരാസ് ആൻഡ് മ്യൂസിക്കിലൂടെ ആയിരുന്നു അയാള് റൊമാൻറ്റിക്, അതായത് നാഷണലിസ്റ്റ് ഫീലിങ്സ് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പേറ ആൻഡ് മ്യൂസിക്, അതായത് ഫോക്ക് ഡാൻസസ് ലൈക്ക് പോളോനേസ് ആൻഡ് മസൂർക്ക ഇൻ ടു നാഷണലിസ്റ്റ് സിംബൽസ് ആയിട്ട് അദ്ദേഹം ടേൺ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം നാഷണൽ സ്ട്രഗിൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക, ദ ഗ്രിം ബ്രദേഴ്സ് ഫോക്ക് ടെയിൽസ് ആൻഡ് നേഷൻ ബിൽഡിംഗ്. അപ്പോൾ ഗ്രിം ബ്രദേഴ്സിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ദീസ് ആർ ദ ഫേമസ് ബ്രദേഴ്സ് ജേക്കബ് ആൻഡ് വില്യം ഗ്രിം. ഓക്കെ, ജേക്കബ് ആൻഡ് വില്യം ഗ്രിം എന്ന് പറയുന്ന ഫേമസ് ബ്രദേഴ്സ് ആണ് ദ ഗ്രിം ബ്രദേഴ്സ്. അവരെ നമ്മൾ എന്താണ് കൂടുതൽ അറിയപ്പെടുന്നത്, അവര് ഇങ്ങനെ നടന്ന് അവര് ഓരോ വില്ലേജസിൽ നിന്നും അങ്ങനെ ഓരോ ആൾക്കാരിൽ നിന്നും കഥകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അവർ വലിയ വലിയ വോളിയൂംസ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്യുമായിരുന്നു. ചിൽഡ്രൻസിന് വേണ്ടിയിട്ടും എല്ലാവരെയും ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ അവർ ഒരുപാട് കഥകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രിം ബ്രദേഴ്സ് സോ ഫ്രഞ്ച് ഡോമിനേഷൻ ആസ് എ ത്രെറ്റ് ടു ജർമ്മൻ കൾച്ചർ. അതായത് ഫ്രാൻസ് അന്നത്തെ കാലത്ത് യൂറോപ്പിൽ ഭയങ്കര ഡോമിനേഷൻ ആയിരുന്നു. ഫ്രാൻസ് ആണല്ലോ നമ്മൾ പറഞ്ഞു ദ ഫസ്റ്റ് ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം കെയിം വിത്ത് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ ആ ഒരു ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം പോലും എന്തും ആദ്യം നടക്കുന്നത് ഈ ഒരു ഫ്രാൻസിലാണ്. അതുകൊണ്ട് ആ ഒരു ഫ്രഞ്ച് ഡോമിനേഷൻ അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു യൂറോപ്പിൽ. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഡോമിനേഷൻ ജർമ്മൻ കൾച്ചറിനുള്ള ഒരു ത്രെറ്റ് ആയിട്ടാണ് ഗ്രിം ബ്രദേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ ബിലീവ്ഡ് ദാറ്റ് ഫോക്ക് ടെയിൽസ് ദേ ഹാഡ് കളക്റ്റഡ് വർ എക്സ്പ്രഷൻസ് ഓഫ് എ പ്യുവർ ആൻഡ് ഒതന്റിക് ജർമ്മൻ സ്പിരിറ്റ്. അതായത് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫോക്ക് ടെയിൽസും ഇങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഈ ഒരു പ്യുവർ ആൻഡ് ഒതന്റിക്, മായം കലർത്താത്ത ആ ഒരു ജർമ്മൻ സ്പിരിറ്റിന്റെ, ട്രൂ ആയിട്ടുള്ള ശരിക്കുമുള്ള ആ ഒരു ജർമ്മൻ സ്പിരിറ്റിന്റെ എക്സ്പ്രഷൻസ് ആയിട്ടായിരുന്നു അവർ കളക്ട് ചെയ്തിട്ടുള്ള ഫോക്ക് ടെയിൽസിനെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ നിങ്ങൾ എന്തായാലും ഇതുവരെ ഒന്ന് ഫുള്ള് വായിച്ച് മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ആദ്യം പറയാണ്, ഈ സൈഡിലുള്ള ബോക്സസ് അത് എന്ത് ബോക്സ് ആയാലും അതൊന്നും വിട്ട് കളയരുത്. അതേപോലെ പിക്ചേഴ്സ് ഇതൊക്കെ ആദ്യം മുതൽക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം അവസാനം ബുദ്ധിമുട്ടേണ്ടി വരില്ല. ബിക്കോസ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സൈഡ് ബോക്സസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒന്നും വിട്ട് കളയാതെ എല്ലാം ആദ്യം തന്നെ വായിച്ച് നോക്കുക.
ഇപ്പോൾ നിങ്ങൾ ഏതായാലും മിക്ക ആൾക്കാരും ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അതേ ഒരു സ്പിരിറ്റിൽ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് വീതം ഇങ്ങനെ പഠിക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്തിട്ട് PYQ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലും ഏത് സബ്ജക്റ്റിലും 100 സ്കോർ ചെയ്യാൻ സിമ്പിളാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നല്ല പോലെ ഫോക്കസ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട് എന്ന ടോപ്പിക്ക് അടിപൊളിയായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും.